100 ദിവസം കൊണ്ട് തടി ഉറക്കണ ചലഞ്ചിൽ ഇന്നത്തെ ദിവസം 70. അതുപോലെ രാവിലെ 5:45 എണീച്ച് രാവിലത്തെ പണിയെ പല്ലും തേച്ച് കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ഒന്ന് മാറി ഒരു കപ്പ് ചൂടുവെള്ളം കുടിച്ചതിന് ശേഷം വണ്ടി എടുത്ത് രാവിലെ തന്നെ ചെറിയൊരു മഴയും കൊണ്ട് നേരെ എന്റെ 2 കൂട്ടുകാരന്മാരെയും വിളിച്ച് നേരെ ജിമ്മിലേക്ക്. ശേഷം ജിമ്മിൽ എത്തിയിട്ട് ഇന്നത്തെ എന്റെ വർക്കൗട്ട് തുടങ്ങി. ലെഗ് ആണ് ഇന്നത്തെ വർക്കൗട്ട്. പക്ഷെ ഇങ്ങനെ ലെഗിന്റെ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ചെറിയ പ്രശ്നം പറ്റി. കാല് നല്ലപോലെ ഒന്ന് ഉളിക്ക് നല്ല വേദനയുണ്ട്. അതുകൊണ്ട് വർക്കൗട്ടും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. എന്തായാലും മെല്ലെ ജിമ്മിന്റെ സ്റ്റെപ്പ് ഇറങ്ങി നേരെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വീട്ടിലെത്തിട്ട് നല്ലപോലെ ഒരു കുളിയും കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് ഇരുന്നപ്പോഴേക്കും രാവിലെ കാല് ഉളിക്കേണ്ടായിരുന്നില്ല. അതിന്റെ ഈ ഒരു ഭാഗം അനക്കാൻ പറ്റാത്ത രീതിക്ക് വേദനയായി. ആ ഒരു വേദനയോട് ഒരുപാട് നേരം വീട്ടിലേക്കുണ്ടാകുന്ന അച്ഛൻ എന്നെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞു. അതുകൊണ്ട് കൂട്ടുകാരെയും വിളിച്ച് അവനെയും കൂട്ടി ഞാനും അവനും കൂടി നേരെ ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് എനിക്ക് ഒട്ടും നടക്കാൻ വയ്യാത്തതുകൊണ്ട് എന്നെ കൊണ്ട് ഒരു ഭാഗത്ത് പോയി ഇരിക്കുക പറഞ്ഞിട്ട് അവനാണ് പോയിട്ട് OP ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇങ്ങനെ ഒരു ഭാഗത്ത് ഇരിക്കുമ്പോഴാണ് ഒരു കാര്യം ആലോചിച്ചത്. നമുക്കോ നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് പെട്ടെന്ന് വല്ല ആരോഗ്യ പ്രശ്നം വന്ന് എന്ത് ചെയ്യുന്നത്? ഇതുപോലുള്ള ചെറിയ ഉളുക്കോ ചതവോ അങ്ങനത്തെ ഒന്നും അല്ലാട്ടാ. കുറച്ച് നേരം ഒരു നല്ല ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പല അസുഖങ്ങളായിട്ട് എത്തുന്ന ഒരുപാട് പേരെ. ഇനി അവരുടെയൊക്കെ ബില്ല് കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. കാരണം 1, 2, 3 ലക്ഷം രൂപയല്ല, 10, 50, 60 ലക്ഷം രൂപയ്ക്കാണ് ഒരാളുടെ ബില്ല് തന്നെ വരിക. നമ്മളെ പോലുള്ള പാവങ്ങൾക്ക് മാസം 10,000 തന്നെ ഹോസ്പിറ്റലിൽ ചെലവ് പോയി കഴിഞ്ഞാൽ ഒരു മാസം നമുക്ക് അരി മേടിക്കാൻ തന്നെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട്. അപ്പൊ ഇത്രയും വലിയ തുകയൊക്കെ ബില്ല് വന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ താമസിക്കുന്ന വീടും പറമ്പൊക്കെ വിറ്റാൽ പിന്നെ എടുക്കേണ്ടി വരും നമുക്ക് ഒരുപാട് കടങ്ങളും കാര്യങ്ങളൊക്കെ. ഇനി ഇങ്ങനെയൊന്നും വരാണ്ടിരിക്കാൻ ഇപ്പൊ ഏറ്റവും നല്ലതൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളതാണ്. ഇത് തുടങ്ങാൻ ഞാൻ ആദ്യം വിചാരിച്ചത് വലിയ പൈസയും കാര്യങ്ങളൊക്കെ ആവുന്നതാണ്. പക്ഷെ ഞാനൊന്ന് നോക്കിയപ്പോൾ മാസം വെറും 400 മുതൽ 500 രൂപ തുടങ്ങുന്ന പ്ലാൻ വരെ ഉണ്ട്. പോരാത്തതിന് 1 കോടി രൂപന്റെ വരെ കവറേജും കിട്ടുന്നതാണ്. ഞാൻ അതിന്റെ ലിങ്ക് ഒക്കെ എന്റെ ബയോയിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടോപ്പ് കമ്പനീസിന്റെ പ്ലാനുകളാണ് അതിലുള്ളത്. അതിൽ നിങ്ങൾക്ക് യോജിച്ച പ്ലാൻ ഏതാ അത് എടുക്കുകയും ചെയ്യാം. പോരാത്തതിന് മലയാളത്തിന്റെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനും പറ്റും. ഇനി ഇതൊന്നും കൂടാണ്ട് ആ പോളിസി നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ തന്നെ നിങ്ങളെ ഹെൽപ്പും ചെയ്യും. പോരാത്തതിന് ഇപ്പോഴാണെങ്കിൽ BP, ആസ്മ, തൈറോയ്ഡ്, ഡയബറ്റീസ് ഉള്ളവർക്ക് വരെ പോളിസി എടുത്ത് ആയ ദിവസം മുതൽ കവറേജ് കിട്ടുന്ന പ്ലാനും ഉണ്ട്. പിന്നെ പ്രവാസികൾക്കാണെങ്കിൽ പുറത്തുള്ളതിനേക്കാൾ കുറവിൽ 35% തൊട്ട് 40% വരെ ചെലവ് കുറവിൽ എടുക്കാനും പറ്റും. ഇനി ഇതൊന്നും കൂടാണ്ട് വല്ല എമർജൻസി സിറ്റുവേഷൻ വന്നാൽ വെറും 30 മിനിറ്റ് കൊണ്ടുള്ള ക്ലെയിം സപ്പോർട്ടും കിട്ടുന്നതാണ്. ഇനി ഇതേപോലത്തെ പോളിസി ഒന്നും എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇനിയുള്ള കാലത്ത് ചികിത്സ കിട്ടുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. അതുകൊണ്ട് ഇനി ഒട്ടും വൈകാണ്ട് എന്റെ ബയോയിലുള്ള ലിങ്കിൽ കയറിയിട്ട് 25% വരെ ഡിസ്കൗണ്ടോടെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കുക.